ടോപ്പ് ടിക്കറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയം മറൈൻ വേൾഡിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ചാവക്കാട് പഞ്ചവടി ബീച്ചിന് സമീപമാണ് മറൈൻ വേൾഡ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മളെ കാത്ത് ഒരുപാട് കടൽ കാഴ്ചകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ജനറൽ പാസിന് 400, അതുപോലെ സീനിയേഴ്സിന് 350, കിഡ്സിന് 280 ഇവിടുത്തെ ഫീ എന്ന് വരുന്നത്. നമുക്ക് എന്തായാലും മെയിൻ എൻട്രൻസിലേക്ക് പോകാം. ഇങ്ങോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ട് ആ സൈഡിൽ വലിയൊരു അക്വേറിയം, അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു കാറിൽ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് ഈ കാറിൽ ഭയങ്കര കളർഫുള്ളായിട്ട് ഒരുപാട് മീനുകൾ അതിലുണ്ട്. നല്ല രസമായിട്ടുണ്ട്. കളറ് നോക്കുമ്പോൾ തന്നെ ആ ഒരു പിങ്കും യെല്ലോയും ഒക്കെ ആയിട്ട് ഈ കാറിലായതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാറിലൊരു അക്വേറിയം ഒക്കെ നമ്മൾ കാണുന്നത് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. ആർക്കും വരുമ്പോൾ എന്തായാലും ആദ്യം തന്നെ ഈ കാറിൽ കാണുമ്പോൾ ഭയങ്കര വണ്ടറടിക്കും എല്ലാവരും. ഇതിലാണെങ്കിലും ആദ്യം ഞാൻ വിചാരിച്ചത് ഇതിൽ ഫിഷൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ ഒരു പോർഷൻ മാത്രമേ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇത് ഇവിടെ ഒരു കൂട്ടമല്ല, 1, 2, 3 കൂട്ടങ്ങളൊക്കെ ഇഷ്ടം പോലെ മീനുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഉള്ളിലേക്ക് ഈ അക്വേറിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാറിൽ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്ത പോലെ തന്നെ ഈ ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ അവർ എന്തൊക്കെയോ കുറേ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഒരു മാതൃകയിലൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമുക്ക് ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും കാണാൻ കിട്ടുന്നത്. ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ഒരു അക്വേറിയം ഉള്ളത്. ഇതിലൊരു 6 അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ആദ്യം നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ ഫിഷൊന്നും ഇല്ലാന്ന്, പക്ഷേ ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇതിൽ മലബാർ സ്നേക്ക് ഹെഡ്, അങ്ങനെ കുറേ എല്ലാത്തിൻ്റെയും ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടോ ഏതൊക്കെ ഫിഷാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇനി നമ്മളിവിടെ എവിടെ നോക്കിയാലും ആകെ അക്വേറിയങ്ങൾ മാത്രമാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഇതൊരു തായ്ലൻഡ് ഫിഷ് എന്നാണ് അവർ പറഞ്ഞത്. തിൻഫോയിൽ ബാർബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തായ്ലൻഡ് ഫിഷ്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ ശരിക്കും കടലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ടി വിയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള അതേ ഒരു വ്യൂസാണ് ഇതൊക്കെ കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ടുണ്ട്. അത് അവർ ഈ ഒരു സിലിണ്ടർ ഷേപ്പിൽ അത് സെറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കിങ്ങനെ ചുറ്റും നടന്നിട്ട് കാണാൻ പറ്റും. നമുക്കത് ആരും തൊടരുത് ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സെക്യൂരിറ്റി സ്റ്റാഫ്. അത്രയും ഇതായിട്ട് അവർ സ്ട്രിക്ട്ലി അതൊക്കെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നും തൊടരുത്, ഫ്ലാഷ് അടിക്കരുത്, അങ്ങനെയൊക്കെ. ഇത് നമ്മുടെ തൊട്ട് മുന്നിൽ കൂടെയാണ് കേട്ടോ ഇങ്ങനെ മീനുകൾ ഇങ്ങനെ പോകുന്നത്. നല്ല രസമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓരോ അക്വേറിയത്തിന് അവർ ഓരോ രീതിയിലാണ് കേട്ടോ അവർ ഇതാക്കി. ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു കപ്പലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അങ്ങനെ എടുക്കണമാതിരി നമുക്ക് തോന്നും. ഇതിൽ മാൻഗ്രൂവ് റെഡ് സ്നാപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഫിഷാണ് കേട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. ആ ഫിഷിനെ നമുക്കിങ്ങനെ ഇടയിൽ ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ട്. അതേ ഒരു വൈറ്റ് കളറിലാണ് കേട്ടോ. നല്ല വലിയൊരു മീൻ തന്നെയാണ് കേട്ടോ അത്. ശരിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ. ഇത്രയും ഒരു അക്വേറിയത്തിൻ്റെ സെറ്റിംഗ് ആയത് കാരണമാണ് കേട്ടോ. മീൻ അവിടെ നിന്ന് നമ്മളെ നോക്കുന്നുണ്ട്, പക്ഷേ എങ്ങോട്ട് വരുന്നില്ല. എന്താ പറ്റിയാണോ, എല്ലാവരും കണ്ടിട്ടോ തോന്നുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല കണക്കിന് ആൾക്കാർ ഒരുപാടുണ്ട്. ഒരു ഗുഹയുടെ ഉള്ളിലൊക്കെയുള്ള ഒരു ഫീൽ കേട്ടോ ഈ അക്വേറിയത്തിന്. കാരണം ഒരുപാട് മീനുകളുണ്ട്, കുറേ മീനുകളുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഏത് മീനാണെന്ന് ഡിസ്ക്രിപ്ഷൻ നോക്കാൻ ഞാൻ മറന്നുപോയി. എന്തായാലും ഇതിൽ ഒരുപാട് മീനുണ്ട്. നമുക്ക് കുറേ ഭാഗമൊക്കെ ഭയങ്കര ഇരുട്ടായിട്ടാണ് കേട്ടോ. നമുക്കപ്പോൾ ഈ ഒരു ഭാഗം ഭയങ്കര ഇരുട്ടായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് മീനുകൾ എന്താണെന്ന് അറിയുന്നില്ല. കുറേ മീനുകളായിട്ടുള്ളിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ചില അക്വേറിയത്തിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ എവിടെ ഈ മീനിരിക്കുന്നത് നമുക്ക് സംശയമാവും കേട്ടോ. നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇയാളൊക്കെ ആ അറ്റത്ത് ആ മരക്കൊമ്പിൻ്റെ ഇടയിലൊക്കെയാണ് പോയിരിക്കുന്നത്. ക്യാറ്റ് ഫിഷാണ് കേട്ടോ ഇതൊരു ടൈപ്പ് ക്യാറ്റ് ഫിഷാണ്. എല്ലാ അക്വേറിയത്തിലും നല്ല രീതിയിൽ, ചിലതിലൊക്കെ ഭയങ്കര ഡാർക്കാണെങ്കിൽ ഇതിൽ നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഫിഷൊന്നും കൂടെ വരുന്നില്ല, നമ്മൾ കാണാൻ മടിച്ചിട്ടാന്ന് തോന്നുന്നു. ആരും ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. സെയിലോൺ പഫർ എന്ന് പറഞ്ഞിട്ടൊരു ഫിഷാണ് കേട്ടോ. അത് നല്ല കുഞ്ഞു മീനുകൾ നല്ല രസമായിട്ട് ഇങ്ങനെ ബ്ലാക്കിലും വൈറ്റിലായിട്ട് വരയൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. കുറേ മീനുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. മറ്റു മീനുകളൊക്കെ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാവും നമ്മുടെ ഈ ഒരു മറൈൻ വേൾഡിലത്തെ ഓരോ സംഭവങ്ങളും കേട്ടോ. ഞങ്ങളിപ്പോൾ തുടക്കം കണ്ടപ്പോൾ തന്നെ കുറേ അക്വേറിയങ്ങൾ കാണുമ്പോഴും അതിൻ്റെ ഉള്ളിലെ ഫിഷുകൾ അറിയുമ്പോഴൊക്കെ ഇത്രയധികം ഫിഷുകൾ ഉണ്ടോ നമ്മുടെ ലോകത്തിൽ നിന്ന് അതിശയിച്ച് പോവാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവരും നല്ല അസലായിട്ട് ഓടിക്കളിക്കുന്നുണ്ട്.
ഇത് ശരിക്കും ഒരു കടൽ തന്നെ കേട്ടോ. നമ്മള് ഒരു കടലിന്റെ മുന്നിൽ നമ്മൾ നേരെ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ സ്റ്റിംഗ്രേ എന്ന് പറഞ്ഞിട്ടൊരു ഫിഷാണ് ഇതിലുള്ളത്. നേരത്തെ ഇങ്ങനെ ഇത് കൂടെ ഇങ്ങനെ നിലത്ത് കൂടെ പോകുന്ന ഒരു തെരണ്ടിയുടെ ഒക്കെ ഒരു ടൈപ്പ് ഒരു മീനായിരുന്നു കേട്ടോ സ്റ്റിംഗ്രേ. അതുപോലെ ആ സൈഡിൽ ഇതേ ഒരു വൈറ്റ് ഫിഷ് വന്നിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ഫിഷ് ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും അടുത്ത് ഇങ്ങനത്തെ ഫിഷിനെയൊക്കെ കാണുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ നോക്കിയിട്ടാണ് തോന്നുന്നു കേട്ടോ. നോക്കി നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ് കേട്ടോ തോന്നണത് ഇതൊക്കെ കാണുമ്പോൾ. കാരണം ഈ ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ മീനിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി മീൻ കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ മുള്ളന്റെ ഒക്കെ ഒരു ടൈപ്പ് കേട്ടോ. ആ കൂർത്തിട്ടുള്ളൊരു മുഖഭാവമൊക്കെ ആയിട്ടത് അങ്ങനത്തെ ഒരു മീനാണ്. എന്താണ് സ്പോട്ടഡ് ഗാർ, അങ്ങനെയാണ് ഇതിന്റെ പേര് കേട്ടോ. അതിൽ തന്നെ വേറൊരു ഫിഷും കൂടെ ഉണ്ട്. അതിങ്ങനെ നിലത്ത് പറ്റി. ഈ സ്പോട്ടഡ് ഗാറാണ് ഒന്ന് ചുറ്റി കറങ്ങുന്ന ആള്. മറ്റേത് അങ്ങനെ നിലം പറ്റിയിട്ട് അങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. വെസ്റ്റേൺ ഗാർഡ്സിലൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്യാറ്റ് ഫിഷ് ആണ് കേട്ടോ ഇത്. നമുക്ക് നല്ല രസമായിട്ട് ഒരുപാട് ഫിഷുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ ഒരു അക്വേറിയത്തിന് പ്രത്യേകിച്ച് അവർ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ നല്ല രസമായിട്ട് എല്ലാവരും കൂട്ടത്തോടെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. അറ്റ്ലാന്റിക് ടർപോൺ എന്നാണ് കേട്ടോ ഈ ഫിഷിൻ്റെ പേര്. ഇതിൽ ഒരു അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലുള്ള ഒരു പിക്ചറൈസേഷൻ അവർ ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ട് വർക്ക് അത് അവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ ആ ഒരു സെറ്റിങ്ങിലാണ് ഈ ഒരു അക്വേറിയം ഉള്ളത് കേട്ടോ. ഒരുപാട് ഫിഷ് ഉണ്ട്. നല്ല വലിപ്പത്തിലുള്ള ഒരു ഫിഷാണ് കേട്ടോ അത്. റെഡ് പൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫിഷാണ് കേട്ടോ ഇത് നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു പ്രത്യേക റെഡിഷ് കളറായിട്ടുള്ള നല്ലൊരു ഫിഷ്. ഇവിടെ ഒരുപാട് അക്വേറിയം ഉണ്ട്. ഇനി നമുക്ക് ഏകദേശം 1 hour കൊണ്ട് എല്ലാതും നമുക്ക് കണ്ടു കഴിയാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഏകദേശം 2.5 മണിക്കൂർ 3 മണിക്കൂർ കണ്ടാൽ തീരാത്ത അത്രയും അക്വേറിയങ്ങളാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും ഇനി നമുക്ക് ഒരുപാട് വിഷ്വൽസ് കാണാം. ഇത് സീബ്ര തിലാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ സാധാ നാട്ടുമ്പുറത്തുള്ള തിലാപ്പിയുടെയൊക്കെ ഒരു വലിയ വേർഷനാണ് കേട്ടോ അത്. അതിൻ്റെ ഒരു കടൽ വേർഷൻ ആയിരിക്കും ഇത്. എന്തായാലും കൂട്ടത്തോടെ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ വീഡിയോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടത്തോടെ എല്ലാവരും ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു സീബ്ര ക്രോസിന്റെ ലൈൻസ് ഒക്കെ ശരിക്കും അവരുടെ മേത്ത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ നമുക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഷൂ അഴിച്ച് കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോവാം. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് താഴേക്ക് നിറയെ വാട്ടർ ഉണ്ട്. അതുപോലെ വലിയ മീനുണ്ട് കേട്ടോ. ഒരുപാട് എൻ്റെ നല്ല വലിയ മീനുകളുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. എൻ്റെ വലിപ്പം തന്നെ കാണാം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഫിഷ് സ്പായുടെ ഒരു ഏരിയയാണ്. എല്ലാവരും ഒരുവിധം ഇവിടെ വന്നവർ മൊത്തം ഒരു ഫിഷ് സ്പാ ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് എന്താ പറയുക ഒരു കനാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് മീനുകളുണ്ട്. നമുക്ക് എന്തായാലും ഫിഷ് സ്പാ ഒന്ന് ട്രൈ ചെയ്യാം. ഒരു ഫിഷ് സ്പാ ട്രൈ ചെയ്യാച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ 1 ഇഞ്ച് സ്ഥലമില്ല. നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും എല്ലാ അക്വേറിയം കൂടി ഒന്ന് കണ്ടു വന്നിട്ട് വരുന്ന വഴിക്ക് ഒരു സ്ഥലം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പിന്നെ നമ്മുടെ കുഞ്ഞു അക്വേറിയങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫിഷ് സ്പാ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അക്വേറിയത്തിലത്തെ കാഴ്ചകളും കൂടി കണ്ടിട്ട് ഇരുന്നിട്ട് ആസ്വദിക്കാം എന്നുള്ള രീതിയിലാണ് അവരൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നിറച്ച അക്വേറിയങ്ങൾ. നമ്മൾ നേരത്തെ കുഞ്ഞു അക്വേറിയങ്ങളാണ് ഇപ്പോൾ കണ്ടത് വെച്ചാൽ ഇവിടെയൊക്കെ വരുമ്പോഴത്തേനും വലിയ രീതിയിലാണ് കേട്ടോ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും നിറച്ച് മീനുകളും ഉണ്ട്. ഓരോന്നിലും വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും പേര് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ശ്രമിക്കാം. ഇത് നമ്മൾ വരുമ്പോൾ നമ്മൾ ആ സിലിണ്ടർ ഷേപ്പിലുള്ള അക്വേറിയത്തിൽ കണ്ടിട്ടുള്ള ടിൻഫോയിൽ ബാർബ് എന്ന് പറയുന്ന ആ ഒരു ഫിഷും അതുപോലെ നമ്മുടെ സ്വന്തം ഗൗരാമി നമ്മളൊക്കെ നോർമലായിട്ട് പറയില്ലോ. പക്ഷേ ഗൗരാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ വേറൊരു രൂപത്തിലുള്ള ഫിഷായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഗൗരാമി എന്താണെന്ന് മനസ്സിലായത്. ഗൗരാമി നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെന്തായാലും വിഷ്വൽ എടുക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ. ഇതിൽ നമ്മുടെ ഒരു പ്രത്യേകതരം പാരറ്റ് ഫിഷ് എന്നാണ് കേട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ പാരറ്റിന്റെ രൂപമൊക്കെ തോന്നുന്നുണ്ടോ? തത്തമ്മയുടെ ഒക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തായാലും കളർഫുൾ ആയിട്ടുണ്ട്. റെഡും യെല്ലോയും ആയിട്ട് നിറയെ എന്താ പറയുക ആ കുറെ നിറച്ചുണ്ട് ആ മീൻ. ഇതൊരു ജെല്ലി ഫിഷാണ് കേട്ടോ. ആള് ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ആ ഒരു സൈഡിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി തോന്നുന്നു. ആൾക്ക് വലിയ ഒരു അനക്കൊന്നുമില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല. എന്തായാലും ഇതൊരു ജെല്ലി ഫിഷ്. പിന്നെ നമ്മളിപ്പോൾ കണ്ടുവന്ന അതേപോലെയുള്ള അക്വേറിയങ്ങളാണ് കേട്ടോ ഇവിടെ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നമുക്ക് ഫിഷ് സ്പാ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആ ഒരു അക്വേറിയം കാണാനുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മളിത് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഷുകൾ കേട്ടോ. നമുക്കിപ്പോൾ പേരുകളൊന്നും നമുക്ക് അറിയാത്തത് അവർ ഡിസ്ക്രിപ്ഷനിൽ അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു അക്വേറിയത്തേക്ക് വരുമ്പോൾ അവർ ചെറുതായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഫോഗും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു വാട്ടർഫോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു തടാകത്തിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് അങ്ങനെ വേണമെങ്കിൽ പറയാം. മറൈൻ വേൾഡിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പാർട്ടാണ് കേട്ടോ ഇത്. ഇവിടെ നല്ല തിരക്കാണ്. എല്ലാവരും കടലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിഷ്വൽ എന്ന പോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തിങ്ങനെ വെയിറ്റിംഗ് ആണ്. നമുക്കും ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. യെസ്, ഫൈനലി ഞാനിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു കടൽ കാഴ്ച നമുക്കിങ്ങനെ എൻ്റെ ചുറ്റും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. എന്തായാലും ശരിക്ക് ഒരു കടലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രതീതി തന്നെയാണ് കേട്ടോ. ഒരുപാട് ഷെല്ലുകളും അതുപോലെ തന്നെ മൊത്തത്തിലൊരു കടൽ ആംബിയൻസ്, കടലിൻ്റെ ഉള്ളിലുള്ള ഒരു ആംബിയൻസ് ശരിക്കും ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. മറൈൻ വേൾഡിൻ്റെ ഒരു ഫോട്ടോ സെഷനിലേക്കാട്ടോ നമ്മൾ കിടക്കുന്നത്. ഇത്ര നേരം ഭയങ്കര ലൈറ്റ് കുറവിലുള്ള അക്വേറിയങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് വെച്ചാൽ ഇവിടെ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു മൊത്തത്തിലൊരു മഞ്ഞുമലയുടെ ഒക്കെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു സ്പേസ് ആണ് കേട്ടോ അത്. ഒരുപാട് പേര് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ സെഷൻ നടത്തുന്നുണ്ട്. അതുപോലെ ഇവിടെ പൊയ്ക്കാർപ്പ് അതുപോലെ സ്റ്റിംഗ് റേ എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് ഫിഷുകളാണ് കേട്ടോ. സ്റ്റിംഗ് റേ എന്ന് പറയുന്നത് നമ്മുടെ തെരണ്ടി, ആ ഫിഷുകളൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് നമ്മളൊരു സ്രാവിൻ്റെ വായയിൽ കൂടെ കടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. നമ്മൾ ഇനി ഒരു റെയിൻ ഫോറസ്റ്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. മറൈൻ വേൾഡിലത്തെ മറ്റൊരു അട്രാക്റ്റീവ് പാർട്ടാണ് ഇത്. ഇവിടെ മൊത്തം സീ വാട്ടർ ഫിഷസ് ആണ് കേട്ടോ ഈ അക്വേറിയത്തിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് കടക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു പൊളി ആംബിയൻസ് ആണ്. ഈ ഫോസിലുകൾ, അതായത് ദിനോസറിൻ്റെ ഫോസിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളി സെറ്റപ്പാണ് അവരിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കാത്തിരുന്ന റെയിൻ ഫോറസ്റ്റ്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ല കിളികളുടെ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അവരതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ലൈറ്റും ഈ ഒരു മരത്തിൻ്റെ എല്ലാം കൂടി റെയിൻ ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ കുറേ ഫിഷസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന ഫിഷസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാപ്പയ്മയുടെ ഒരു വെറൈറ്റി, അതുപോലെ തന്നെ നമ്മുടെ പിരാന വർഗത്തിൽ പെട്ടുള്ള നട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷാണ് കേട്ടോ. അതെ, ആരാപ്പയ്മയുടെ ഒക്കെ വലിയ ഒരു ഫിഷ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ട്. ആ ഒരു സെക്ഷന് ശേഷം നമ്മൾ ഇതവിടെ ഒരുപാട് കുഞ്ഞു അക്വേറിയങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഫൈറ്ററിൻ്റെ വൈഡ് വെറൈറ്റീസ് ആണ് നമുക്ക് കാണുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എല്ലാവർക്കും അതെ വീട്ടിലൊക്കെ ഫൈറ്ററിൻ്റെ ഒരു കളക്ഷനൊക്കെ ഉള്ള ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതാണ് ഫൈറ്ററിൻ്റെ കുറേ വെറൈറ്റീസാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അതും കളർഫുൾ ആയിട്ടുള്ള അക്വേറിയത്തിലാണ് കേട്ടോ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ അക്വേറിയത്തിനും അതായത് ബ്ലൂ, പിങ്ക്, വൈറ്റ്, യെല്ലോ അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് അവർ ഈ അക്വേറിയം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതെ കുറേ സീ വാട്ടർ ഫിഷസ് ആണ് കേട്ടോ ഉള്ളത്. ഈ അക്വേറിയത്തിലൊക്കെ ഒരുപാട് സീ വാട്ടർ ഫിഷസ് ഉണ്ട്. നല്ല വെറൈറ്റി കളറിലും കടലിൽ മാത്രം കണ്ടുവരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഫിഷസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഷാർക്കിൻ്റെ ബാംബു ഷാർക്ക് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു വെറൈറ്റി. ആ ഷാർക്കിൻ്റെ എഗ്ഗ് ഇവിടെ കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു അക്വേറിയത്തിൽ. അതും ഇതിലിങ്ങനെ നല്ല രസമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ആ റെയിൻ ഫോറസ്റ്റിൽ കയറി നോക്കിയപ്പോൾ അവിടെ കണ്ടിട്ടുള്ള ആ ഒരു താഴത്തെ വിഷ്വലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. അതിൻ്റെ അണ്ടർ വാട്ടർ വിഷ്വൽസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പിരാനയുടെ ഒരു വെറൈറ്റീസ് ആയിട്ടുള്ള നട്ടർ എന്ന് പറയുന്നതും അതുപോലെ അരാപ്പയമയുടെ ആ ഫിഷസൊക്കെയാണ് നമുക്ക് ഇതിലുള്ളത്. നമ്മൾ പിരാന ഫിലിമിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഭീകരന്മാരായിട്ടുള്ള മീനുകളാണ് കേട്ടോ നമ്മൾ കാണുക. പക്ഷേ ഇതിൽ ഭയങ്കര ശാന്തസ്വരൂപരായിട്ട് ഇങ്ങനെ നീന്തി കളിക്കണമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ വരുന്ന സമയത്ത് വലിയൊരു അരാപ്പയ്മ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആൾ സ്കൂട്ടായിപ്പോയി. നമ്മൾ നേരത്തെ കണ്ട അരാപ്പയ്മയാണ് കേട്ടോ. ഭയങ്കര വലുതാണ് കേട്ടോ. നമ്മൾ വിഷ്വലിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം അത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കാണാൻ ഭയങ്കര വലുതാണത്. എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ വണ്ടറടിച്ച് പോവാണ് കേട്ടോ അത് കണ്ടിട്ട്. ഇവിടെ ഒരു കുഞ്ഞു അക്വേറിയത്തിൽ ലയൺ ഫിഷ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചും കൂടി വലുതാണ് കേട്ടോ. ഇത് ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള അക്വേറിയത്തിൽ കുറേ പവിഴപ്പുറ്റുകളുടെയൊക്കെ ആ ഒരു ഭംഗിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ക്രാബ് ഫിഷ് പോലെ തോന്നുന്നു കേട്ടോ. ഭയങ്കര വലുതാണ് കേട്ടോ അത് നമുക്ക് കാണുന്നുണ്ട്.
ഇടയിൽ കൂടെ ഇങ്ങനെ കാണുമ്പോൾ അറിയുന്നുണ്ട്, രണ്ട് മൂന്നെണ്ണം അതും കാണുന്നുണ്ട് ഇതിൽ കൂടെ. നല്ല കുഞ്ഞു കുഞ്ഞു മീനുകളുള്ള ഒരു ശാന്തമായ അക്വേറിയം, നല്ല രസമായിട്ടുണ്ട്. ഒരു കടലിൻ്റെ അടിത്തട്ടിൽ കാണുന്ന ഒരു വിഷ്വല്. നമ്മളിങ്ങനെ ഓരോ അക്വേറിയങ്ങൾ കണ്ടു പോകുമ്പോഴും അതിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഓരോ ഭാഗത്തായിട്ട് അവർ അടിപൊളിയായിട്ട് ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കടലിന് ബേസ് ചെയ്തിട്ടുള്ള ഓരോരോ പിക്ചറുകളാണ് അവർ ചെയ്തിരിക്കുന്നത്. സ്കൂബ ഡൈവിങ്, അതുപോലെ കപ്പലിൻ്റെയൊക്കെ ചിത്രങ്ങൾ, വേറെ ഒരുപാട് ഫിഷസിൻ്റെയൊക്കെ ആയിട്ട് അങ്ങനെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നേരത്തെ കണ്ടതിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ട് കുറേ അക്വേറിയങ്ങളാണ് കേട്ടോ. എല്ലായിടത്തും അവർ ഓരോരോ അറേഞ്ച്മെൻറ്റ്സിലാണ് കേട്ടോ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരു വാട്ടർഫോളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്നതും അതിൽ തന്നെ നമ്മുടെ റെഡ് തിലാപ്പിയ അതാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ നമ്മുടെ നോർമൽ തിലാപ്പിയ കണ്ടു. ഈ ഒരു അക്വേറിയത്തിൽ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് തിലാപ്പിയ മീനുകൾ ഇങ്ങനെ ഉണ്ട് ഇതിൽ. നമ്മൾ കണ്ടാലും തീരാത്ത അത്രയും അധികം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഫിഷിൽ തന്നെ ചിലതൊക്കെ നമ്മൾ കണ്ടതാണ്, ചില പോർഷൻസിലൊക്കെ നമ്മൾ കണ്ട് കഴിഞ്ഞതാണ്. എങ്കിൽ പോലും ഇവിടെ വൈഡ് വെറൈറ്റീസാണ്. സീ വാട്ടറിൻ്റെ ഒരു വലിയ അത്ഭുത ലോകം എന്ന് തന്നെ നമുക്ക് പറയാം. മുകളിലത്തേക്ക്, അതായത് സൈഡിലത്തെ മുകളിലത്തേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അവർ ആർട്ടിഫിഷ്യലായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചാലും നമ്മൾക്ക് അത്രയും അതിൻ്റെ ആ ഒരു ഒറിജിനൽ ഫീലാണ് നമുക്ക് ഇതിൻ്റെ കിട്ടുന്നത്. സ്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷാണ് കേട്ടോ ഇത്. നമ്മുടെ ചീറ്റപ്പുലിയുടെയൊക്കെ ഒരു ബോഡി കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആ ഒരു രൂപമൊക്കെയാണ് കേട്ടോ. അത് ആ മൺതിട്ട ഇങ്ങനെ പറ്റിച്ചേർന്നിട്ടാണ് നടക്കുന്നത്. അത് കാരണം നമുക്ക് കൂടുതലായിട്ട് ഇങ്ങോട്ട് കാണാനില്ല, ആ ഒരു സൈഡിൽ മാത്രമാണ് നിൽക്കുന്നത്. കടലിൻ്റെ അടുത്തിട്ട് കാണുന്ന പോലെ ഉണ്ട്. വലിയൊരു ഷാർക്കൊക്കെ പോകുന്നുണ്ട്. അതുപോലെ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ, തെരണ്ടിയും ഷാർക്കും അതുപോലെ വേറെ 1-2 മീനുകളൊക്കെ ആയിട്ട് ശരിക്ക് ആ ഒരു കടലിൻ്റെ ആംബിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ടി വിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വിഷ്വൽസ് അല്ലാതെ നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ഫിലിമിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഷാർക്കും ഒക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴല്ലോ അതിൻ്റെ ഫീലൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. 2 ഇഗ്വാനയുടെ സ്റ്റാച്യു ഒക്കെ ഉള്ള ഒരു അക്വേറിയാണ് കേട്ടോ ഇത്. ഈ ഒരു അക്വേറിയത്തിൽ വലിയ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ക്യാറ്റ് ഫിഷിൻ്റെ വലിയ 2 ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. നമ്മൾ സിംഗിൾ അക്വേറിയത്തിൽ കണ്ടുവന്ന ഫിഷുകളാണെങ്കിൽ കൂടി നമ്മൾ ഇപ്പം കഴിയുമെന്ന് വിചാരിച്ച് നടക്കുന്തോറും അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ തീമിലും അതുപോലെ വെറൈറ്റി അക്വേറിയത്തിലൊക്കെ വീണ്ടും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു റെയിൻബോ ഫിഷ് അവിടെ ഇങ്ങനെ നല്ല ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ ഉണ്ട്. പിന്നെ ഇവിടെ ഇതൊരു ആഫ്രിക്കൻ ഫിഷാണെന്ന് തോന്നുന്നു. അതുപോലെ നമുക്ക് ഇവിടെ ഒരു കണ്ടൽക്കാടിൻ്റെ സെറ്റപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുവന്ന അതേ ഒരു ഫിഷസൊക്കെ തന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇതിലുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒരു അനാക്കൊണ്ട ഒരു തവളേനെ ഒക്കെ വിഴുങ്ങാൻ തരത്തിൽ നിൽക്കുന്ന ഒരു വിഷ്വലൊക്കെ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇതിലും അതെ കുറച്ച് വലിയ ഫിഷുകളാണ് നമുക്കിതിൽ കാണുന്നത്. നമ്മളൊരു ഗുഹയുടെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് അക്വേറിയങ്ങൾ നല്ല പവിഴപ്പുറ്റുകളും ഒക്കെ ആയിട്ട് ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഇവിടെ നല്ല ഗോൾഡ് ഫിഷ് ഉണ്ട് കേട്ടോ. അത്ര നേരം ഗോൾഡ് ഫിഷിനെ കണ്ടിരുന്നില്ല, ഇപ്പോഴാണ് ഈ പുള്ളിക്കാരനെ നമുക്ക് കണ്ണിൽ പെട്ടത്. തെരണ്ടികൾക്ക് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് അക്വേറിയാണ് കേട്ടോ അത്. ഇത് ഈ പറഞ്ഞ പോലെ നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടലിൻ്റെ അടിയിൽ നിന്നുള്ള ആ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് കുഞ്ഞു മീനുകളാണ് കേട്ടോ ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ആ ഒരു ചെറിയൊരു അട്രാക്റ്റീവ് പോയിന്റിൻ്റെ അവിടെ നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ള അതിനെക്കാട്ടിലും കുറച്ചും കൂടി രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ. ഇവർ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന ആർട്ട് വർക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ഷാർക്കും ഡൈനോസറും കൂടിയിട്ടൊരു ഫൈറ്റ് സീനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അങ്ങനത്തെ ഒരു വിഷ്വലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. ഇത് പിരാനയുടെ ആ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ആ നക്ടർ എന്ന് പറയുന്നത്. പിരാന ഒരുപാട് ഭീകരരൂപിയായിട്ടാണ് നമുക്ക് മനസ്സിൽ വെച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ശാന്തസ്വരൂപരായിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇവിടെ കുറേ ആദിമ മനുഷ്യരുടെയൊക്കെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ അവർ വിഷ്വലൈസ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എല്ലായിടത്തും നോക്കിയാലും അറിയാം അവരെല്ലാം കറക്റ്റായിട്ട് ആ ഒരു മറൈൻ വേൾഡ് ഉണ്ടാക്കുക എന്നതിലുപരി അവർ കുറേ പഴയകാല വിഷ്വൽസ് അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും കടലിൻ്റെ അടിത്തട്ടിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ വിഷ്വൽസ് കാണാം. മറൈൻ വേൾഡിൻ്റെ ടണലിൻ്റെ പോർഷനിലേക്കാണ് ഇവിടെ നമ്മൾ പോകുന്നത്. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം മുകളിൽ നിന്ന് സ്കൂബ ഡൈവിങ് ചെയ്തിട്ട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ആ ചെറിയ അക്വേറിയങ്ങളിൽ നിന്ന് കണ്ടുവന്നതിനെക്കാട്ടിലും
അതിനെക്കാട്ടിലൊക്കെ വലിയൊരു ട്രീറ്റ് ആയിരുന്നു കേട്ടോ, ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് കേട്ടോ നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത്. അതായത് നമ്മളവിടെ കണ്ടുവന്ന എല്ലാ തരം ഫിഷസും അതിൻ്റെയൊക്കെ അത്രയും വലിയ അതാ പാരാപ്പൈമയാണെങ്കിലും നട്ടറാണെങ്കിലും എല്ലാം അത്രയും വലുപ്പത്തിൽ നമുക്കിങ്ങനെ ഇത്ര അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. നമുക്ക് ഇവിടെ വരുന്ന ഓരോരുത്തരും അതെ കേട്ടോ, നമുക്കിങ്ങനെ എല്ലാവർക്കും ആ ഒരു അത്ഭുതമായിട്ട് ഇങ്ങനെ തോന്നുകയാണ്. ശരിക്കും ഒരു കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന ഫീലാണ്. ചുറ്റും വെള്ളവും അതുപോലെ ഒരുപാട് ഫിഷുകളും. എൻ്റെ ഈ സൈഡിൽ കൂടി മുകളിൽ കൂടെ ഒക്കെ ഒരുപാട് ഫിഷുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതും നല്ല വലുപ്പത്തിലുള്ള ഫിഷുകളാണ് കേട്ടോ. ഇത്രയധികം ഡിഫറെൻ്റ് ആയിട്ട് ഒരു മറൈൻ വേൾഡ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ഓരോന്നും ഇങ്ങനെ എൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ശരിക്കും അന്തം വിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ടണൽ കാഴ്ചകളൊക്കെ കണ്ടു. ഒരുപാട് എന്താ പറയുക, കടലിൻ്റെ അടിയിൽ വന്നൊരു ഫീൽ തന്നെയായിരുന്നു. ഇപ്പോഴും നമ്മുടെ ആ ഒരു ഫ്ലാഗിൻ്റെ ആ സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ആൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. നമുക്ക് എന്തായാലും മറ്റൊരു സെക്ഷനിലോട്ട് പോവാം. ഇതിപ്പോൾ നമ്മൾ ആ ടണൽ കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് കേട്ടോ ഈ അക്വേറിയങ്ങളൊക്കെ വീണ്ടും കാണുന്നത്. എല്ലാത്തിലും ഓരോരോ ഫിഷുകളായിട്ട് ഉണ്ട്. അതേപോലെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ അതെ ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാള് പോലെ നമുക്ക് തോന്നുന്നു. അത്രയും രസമായിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ അവിടെ വേറൊരു അക്വേറിയം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ അക്വേറിയങ്ങളുടെ ഒരു ടൈപ്പ് തന്നെയാണ്. അങ്ങനെ ആ ഒരു ടണലും കഴിഞ്ഞതോട് കൂടിയിട്ട് മറൈൻ വേൾഡിലത്തെ ആ ഒരു ഫിഷിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ടണലാണെങ്കിലും അതുപോലെ തന്നെ ഓരോ സിംഗിൾ അക്വേറിയം ആണെങ്കിലും ഒക്കെ ഒരുപാട് രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് മറൈൻ വേൾഡ്. ആ ടണൽ കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടുത്തെ ഫിഷിൻ്റെ ഒക്കെ ഒരു വിഷ്വൽ ട്രീറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇവിടെ ഫിഷ് ഫീഡിങ്ങിൻ്റെ ഒരു സെക്ഷൻ കൂടിയുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഷ് ഫീഡിങ് ആണ് കേട്ടോ ഇവിടെ. ഫിഷിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇതേ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഫിഷ് ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും എല്ലാവരും വന്നിട്ട് കയ്യിലേക്കൊക്കെ ഇങ്ങനെ നിറയെ വന്ന് കൊത്തുന്നുണ്ട്. മറൈൻ വേൾഡിൻ്റെ അടിപൊളി കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത്. ഇനിയും ഞങ്ങളിവിടെ പോവാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ പാർക്ക്, അതുപോലെ ബേർഡ്സിൻ്റെ ഒരു സെക്ഷൻ, അങ്ങനെ അത് വരുന്ന ഏതെങ്കിലും എപ്പിസോഡുകളിലൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ടോക്ക് ടിക്കറ്റ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ബൈ.